അറിയാം. 1886 ഫ്രഞ്ചുകാർ അമേരിക്കയ്ക്ക് ഒരു ക്രിസ്മസ് കാലത്ത് സമ്മാനിച്ച സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന പടുകുട്ടൻ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനമായി പരിഗണിക്കുന്നത്. അല്ല, ഏറ്റവും വലിയ സമ്മാനം കർത്താവ് തൻ്റെ ഏകജാതനായ മകനെ നമുക്ക് വേണ്ടി നൽകിയതാണ്. ബെത്ലഹേം താഴ്വരയിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ സന്തോഷത്തിൽ നമുക്ക് ഗായക സംഘത്തിനോട് ചേർന്ന് തൂമഞ്ഞി തൂകുന്നു എന്ന ഗാനം ശ്രാവിക്കാം.
യേശുക്രിസ്തുവിന്റെ വംശവലിയെക്കുറിച്ചും യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവാചകന്മാരുടെ അരുളപ്പാടിനെക്കുറിച്ചും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ് നാം വായിക്കുന്നത്. Now I call upon Miss Anu Rachel Abraham to read the word of God. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്കു കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുമ്പോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരകവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ആദ്യത്തെ ക്രിസ്മസ് കാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1843-ൽ ഹെൻറി കോളിന്റെ നിർദ്ദേശപ്രകാരം ജോൺ ഹോഴ്സ്ലി എന്ന ചിത്രകാരൻ ലണ്ടനിൽ തയ്യാറാക്കിയതാണ് ആദ്യത്തെ ക്രിസ്മസ് ആശംസ കാർഡ്. ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ക്രിസ്മസ് വിരുന്ന് പങ്കിടുന്നതാണ് ആ കാർഡിലുണ്ടായിരുന്ന ചിത്രം. പൗർണമി രാവിൽ താരങ്ങൾ മിന്നിയ നേരത്ത് മാലകന്മാർ ആ ഗാനം ആർത്തുപാടി. ഏത് ഗാനം? അത് നമുക്ക് കേട്ടറിയാം.
God sent his son, born of a woman, born under law.